ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നൊരു ജേണൽ ആയാലോ? അത് ചുമ്മാ ഒരു ജേണലല്ല, ഒരു യെല്ലോ ജേണൽ. പണ്ടെന്ന് പറയുമ്പോൾ വൺസ് അപ്പോൺ എ ടൈം ഒന്നും അല്ല കേട്ടോ. ഞങ്ങളൊക്കെ ചെറുതാവുമ്പോൾ ഈ യെല്ലോ കളർ ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പം അയ്യേന്ന് പറയുന്ന ഒരു ഫീലായിരുന്നു. മീൻസ് ഒരു കുത്തുന്ന പോലത്തെ കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ, പക്ഷേ ഇപ്പോൾ ആ കളറൊക്കെയാണല്ലേ ട്രെൻഡിങ്. മറ്റേ നമ്മുടെ മഞ്ഞ, അതുപോലെ ഫ്ലൂറസൻ പച്ച, അങ്ങനെയൊക്കെ. എന്തായാലും അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മുടെ തീം എന്തായാലും ഇന്ന് യെല്ലോ ആണ് കേട്ടോ. അപ്പോൾ യെല്ലോ ആവുമ്പോൾ ഫുൾ അങ്ങോട്ട് യെല്ലോ ആക്കണ്ട, ചെറുതായിട്ട് അവിടെ ഇവിടെ ഒരു ഓറഞ്ചൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് ഈ ജേണൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സപ്ലൈസ് മൊത്തം ഹാൻഡ് മെയ്ഡാണ്. സോ ജേണലിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു വേണ്ടല്ലോ. നമുക്ക് ഇഷ്ടമുള്ള തീമിലൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ട കാര്യങ്ങൾ അതിലൊട്ടിക്കൊക്കെ ചെയ്യാം. അത് ഹാൻഡ് മെയ്ഡ് ഉണ്ട്, നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുകയും ചെയ്യാം. ഇവിടെ ഞാൻ ഫുള്ളായിട്ട് ഉണ്ടാക്കിയിട്ടാണ്. ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് പിക്ചേഴ്സ് ഓൾറെഡി ഞാൻ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. യെല്ലോ ഓറഞ്ച് എല്ലാ ഒരു തീമിലാണ് സ്റ്റിക്കേഴ്സ് വരച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കുറച്ച് വൈറ്റ് പോർഷൻ വെട്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെല്ലോ ടാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എനിക്ക് ഇങ്ങനെ കാണുന്നതാണ് ഇഷ്ടം. പക്ഷേ നമുക്കത് കീറാണ്ട് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് വാഷി ടേപ്സ് ആണ്. എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജേണൽ ചെയ്യുമ്പം അപ്പോഴാണ് കേട്ടോ വാഷി ടേപ്സ് ഒക്കെ ഉണ്ടാക്കി വെക്കുക. അല്ലാണ്ട് ഓൾറെഡി ഉണ്ടാക്കി വെക്കാറൊന്നുമില്ല. പിന്നെ അതുപോലെ കുറേ ഒന്നും ഉണ്ടാക്കി വെക്കില്ല. എനിക്ക് എത്രയാണോ വേണ്ടത് അത് മാത്രം അപ്പം ചെയ്യും. അതപ്പോൾ യൂസ് ചെയ്യുകയും ചെയ്യും കേട്ടോ. പിന്നെ വേണമെങ്കിൽ പിന്നെ ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വേണ്ടൊരു വിധത്തിൽ ഞാൻ കുറച്ച് ലൈൻസൊക്കെ വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പെൻസിലൊന്നും കാണാനേ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ പെന്നുകൊണ്ട് തന്നെ വരച്ചൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നമുക്ക് നല്ല വിടുത്ത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് വേണ്ട വിധത്തിൽ ഇങ്ങനെ കുറച്ച് പേപ്പർ സ്ട്രിപ്സ് കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഞാൻ ഒരു 2-3 പേപ്പറൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് ഈ ഒരു സൈസിലാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ ഒരു സൈസിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ എൻ്റെ ജേണൽ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം, എപ്പോഴും പാറ്റേൺ പേപ്പർ ഞാൻ വരയ്ക്കുമ്പം നമ്മുടെ നോർമൽ ഗ്രിഡ് ലൈൻസ് തന്നെയാണ് ഫോളോ ചെയ്യാറ്. അതാകുമ്പോൾ സംഭവം സുഖമാണ്, ആർക്ക് വേണമെങ്കിലും വരയ്ക്കാം. പിന്നെ ക്യൂട്ടാണ് കേട്ടോ, എനിക്കിഷ്ടം. അപ്പോൾ നമ്മുടെ പേപ്പേഴ്സൊക്കെ വേണ്ടി റെഡിയാണ്. ഇതിന് നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺസൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ നോർമൽ നമ്മുടെ ഒരു ബ്ലാക്ക് ഇങ്ക് പെൻ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് കുറച്ച് ഗ്രിഡ് ലൈൻ പാറ്റേൺസ് ആണ് കേട്ടോ വരയ്ക്കുന്നത്. അപ്പോൾ ഒന്നുമില്ല, അത് വരയ്ക്കാൻ സുഖമാണ്. ഹൊറിസോണ്ടൽ കുറച്ച് വെർട്ടിക്കൽ ലൈൻസൊക്കെ ഒന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും വരകൾ ഇട്ടിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പാറ്റേൺ പേപ്പർ കിട്ടും. എനിക്കിഷ്ടമാണ് കേട്ടോ ഈ ഒരു പേപ്പർ. അത് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, എന്നാലും ഒന്നും കൂടി പറഞ്ഞു എന്നുള്ളൂ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കണേ. എന്നാലും നമ്മൾ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പോയി അമർത്തും. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വരകളൊക്കെ വരച്ച് നമ്മുടെ ഒരു വാഷി ടേപ്പ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് സെയിം പരിപാടി, കളർ ഒന്ന് മാറ്റി പിടിക്കാം. ഇനി യെല്ലോ ആണ് കേട്ടോ. യെല്ലോ ഗ്രിഡ് ലൈനിൻ്റെ കളികളാണ്. അപ്പോൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡ്, ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കുക വിത്ത് യെല്ലോ കളർ. അപ്പോൾ ഇവിടെ ഞാനൊരു എളുപ്പപ്പണി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ യെല്ലോ കളറും ഓറഞ്ചും കൂടി നിന്നോട്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഭാഗം ആ പശി ടേപ്പിന് യെല്ലോ കൊടുത്തു. ബാക്കി പിന്നെ വരക്കാൻ മടിച്ചിട്ട് ഓറഞ്ചും കൊടുത്തു കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ കുറേ ഉണ്ടാക്കി വെക്കൊന്നുമില്ല. എനിക്ക് യൂസ് ചെയ്യാൻ മാത്രമുള്ളതേ ആക്കുള്ളൂ. നിങ്ങൾക്ക് ആ ഐഡിയ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തു. എന്നിട്ട് ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് വാഷി ടൈം സ്റ്റിക്കേഴ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. എന്നാൽ ചാനൽ സ്റ്റാർട്ട് ചെയ്യാം. ലാലു അലക്സ് പറയുന്ന പോലെ പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിലാക്സേഷനാണ് കേട്ടോ ഇങ്ങനെ ഈ ചാനലൊക്കെ ചെയ്യുന്നത്. നമ്മൾ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ മടി പിടിച്ചായിരിക്കും, പക്ഷെ നമുക്കതിങ്ങനെ ഒരു എനർജി ഇങ്ങനെ താനേ വന്നുകൊണ്ടിരിക്കും കേട്ടോ. സോ ഇനി ആരും വെയിറ്റ് ആക്കിയിരിക്കേണ്ട. എന്തെങ്കിലുമൊക്കെ സങ്കടം ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. പിന്നെ സാധാരണ ഞാൻ ജേണലൊക്കെ ചെയ്യുമ്പോൾ പേപ്പർ ഗ്ലൂ ആണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതും കാണാനില്ല, നേരത്തെ പെൻസിൽ പോയ പോലെ തന്നെ. വേറെ ആരുമല്ല, ഇപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ 2 കൈകൾ വരുന്നത് കാണാം. കണ്ടോ? ആ കൈകൾ തന്നെയാണ് കേട്ടോ, വേറെ ആരുമല്ല, എൻ്റെ മോൻ തന്നെയാണ്. അപ്പോൾ ഞാനിന്ന് ഇവിടെ ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്തിട്ട് അതൊക്കെ ഒട്ടിച്ചത് കേട്ടോ. ഏത് ഗ്ലൂ ആയാലും പ്രശ്നമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഫെവിക്കോൾ ആയാലും എന്തായാലും പ്രശ്നമില്ല കേട്ടോ. പിന്നെ അത് ആ താഴെ ഭാഗത്ത് നിങ്ങൾ കണ്ടപോലെ ഫ്ലവറിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ 2 വാഷി ടേപ്സ് ഉണ്ടല്ലോ, അതും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ ഇനി ബട്ടർഫ്ലൈയും കൂടെ നേരെ ഒട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെരിച്ച് കൊടുത്ത് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതങ്ങനെ ചൂസൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സ്റ്റിക്കർ, അതിങ്ങനെ ഒട്ടിച്ച് കൊടുത്തു. ഇനി എല്ലാവരും സ്റ്റിക്കേഴ്സും വാഷി ടേപ്പും ആയൊരു ബോറാവില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു ക്യാരി ബാഗിൽ നിന്ന് ബ്രൗൺ കളർ പേപ്പർ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. അത് ഫുള്ള് മിസ്റ്റേക്കാണ് കേട്ടോ. എന്തായാലും അത് വെട്ടിയെടുത്തിട്ട് ഇതാ താഴത്ത് ആൻഡ് ഇറ്റ് വാസ് ഓൾ യെല്ലോ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അതൊന്ന് ഒട്ടിച്ച് കൊടുത്തു. പിന്നെ മുകൾ ഭാഗത്ത് നമ്മൾ നേരത്തെ ചെയ്ത ആ വാഷി ടേപ്പിൻ്റെ ചെറിയൊരു പീസ് ബ്ലാക്കും താഴത്ത് ഇങ്ങനെ 2 ആക്കിയിട്ട് ഹൊറിസോണ്ടലാക്കി ഒട്ടിച്ചിട്ട് ആ യെല്ലോ ഫ്ലവർ ഒട്ടിച്ച് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ എഴുതിയ കോട്ടിൻ്റെ താഴത്ത് കുറച്ച് ബ്ലാക്ക് ഡോട്ടഡ് ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആ ബ്ലാങ്ക് സ്പേസ് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് യെല്ലോ എന്ന് എഴുതിയിട്ടുണ്ട്. ആദ്യം എഴുതിയപ്പോൾ തന്നെ യെല്ലോ എന്ന് എഴുതാൻ പോയതാണ്, ആണ്
എല്ലായി പോയത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ശരിയാക്കി എടുത്തു. അപ്പോൾ അതങ്ങനെ എഴുതി ഹൈലൈറ്റൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ജെൽ പെന്നാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് യെല്ലോ കളറിൻ്റെ കുറച്ച് ഒരു ചെറിയൊരു ക്യാരക്ടർ പോലെ ഒരു കാര്യം എഴുതുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ജേണലിൽ എഴുതാം കേട്ടോ. നമുക്ക് അന്നത്തെ ദിവസം എന്തെങ്കിലും പ്രത്യേകിച്ച് സ്പെഷ്യൽ ഇവൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതി വെക്കാം. സ്പെഷ്യൽ നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എഴുതി വെക്കാം. അതൊന്നും പ്രശ്നമല്ല. അപ്പോൾ ഞാനിവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് യെല്ലോനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് എഴുതുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 2-3 ലൈൻസ് അവിടെ എഴുതി വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബ്ലാങ്ക് സ്പേസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നെ കുറച്ച് ബ്ലാക്ക് പെൻ കൊണ്ട് തന്നെ കുറച്ച് ഹാർട്ടും അതുപോലെ യെല്ലോ കളർ കൊണ്ട് കുറച്ച് ഹാർട്ട് വരച്ചിട്ട് ബ്ലാക്ക് കൊണ്ട് ഔട്ട്ലൈനൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്തത്. ഇടയിലൂടെ കൈകൾ ഇങ്ങനെ വരുന്നുണ്ട്, അതൊന്നും നിങ്ങൾ മൈൻഡ് ആക്കണ്ട കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ വേറെ ഏതെങ്കിലും കളറിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക, നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.